എന്തായാലും വിളിക്കാം. ഇവിടെ കുറെ നേരമായിട്ട് ഒരാളുടെ അപ്രൂവൽ വേണം, വേറെ ആരുടെ അപ്രൂവൽ ഒരു വിഷയമേ അല്ല. ഞാൻ ചോദിക്കണത് ഇത്ര നേരം വിളിക്കണമെന്നായിരുന്നു, ഇപ്പൊ പറഞ്ഞ് വിളിക്കണ്ടെന്നാണ്. ഒരാളുടെ അപ്രൂവൽ ഇവിടെ വിഷയമാണ്. ആ അപ്രൂവൽ കൊടുക്കേണ്ട ഒരേ ഒരാള്, കാരണം സിംഗറാണ്, കുടുംബത്തിലെ സിംഗറാണ് അല്ലേ. എങ്ങനെയാണ് ബന്ധം സരികയായിട്ട്? ആങ്ങളുടെ മകളാണ്. അപ്പൊ ആങ്ങളുടെ മകളെ ഇങ്ങോട്ട് വിളിക്കട്ടെ? ഓ വിളിക്കണം. സരിക ഒന്ന് വേദിയിലേക്ക് വരും. സരികയെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ട, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ ഒരാള് കുടുംബത്തിൽ ഇത്രയും നല്ലൊരു പാട്ടുകാരുണ്ടോ നേരത്തെ അറിയായിരുന്നു സരിക? അതെന്ത് ചോദ്യം? കാരണം എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്കിത് മുഴുവനായിട്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. കാരണം ഇതൊരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫീൽ മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞ എല്ലാ കല്യാണപ്പുരകളിലായിക്കോട്ടെ, എല്ലാ വേദികളിലും ലതേച്ചി നന്നായിട്ട് പാട്ട് പാടും. പക്ഷെ ഒരിക്കലും ഇതുപോലത്തെ ഒരു വേദിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈറ്റിൻ്റെ ഇടയിലൊന്നും എനിക്ക് ഇത്രയും വലിയൊരു ഷോയിലൊന്നും ലതേച്ചി ഒരിക്കലും കയറിയിട്ടില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മൾ പറയില്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊന്നും എൻ്റെത് മാത്രമല്ല, ഞങ്ങളെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇമോഷൻ ഇല്ലാണ്ട് ഒരാൾ നിൽക്കുന്നതാ. അതെ, ചേച്ചിനെ വിഷമിപ്പിക്കില്ല. അല്ല, ലതേച്ചിനെ പഠിപ്പിക്കണം, ഇങ്ങനൊരു വേദിയിൽ എത്തിക്കണം എന്നുള്ളത് എൻ്റെ ഞങ്ങളെ നല്ല എൻ്റെ അച്ഛൻ നമ്മൾ തുറന്നു വെച്ചേക്കണം അതിന് വേണ്ടിട്ടല്ലേ. ഇങ്ങനെയുള്ള സാധാരണക്കാർക്ക് വേദി കൊടുക്കാനല്ലേ കോമഡി ഉത്സവം. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് അർജുൻ്റെ അടുത്താണ്. കാരണം അർജുൻ അന്ന് എനിക്കൊരു വാക്ക് വന്നു, ചേച്ചി ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുപ്പിച്ചിരിക്കും, അത് ഉറപ്പാണ്. അപ്പൊ അതിന് ഞാൻ വലിയൊരു താങ്ക്സ് പറയാണ് അർജുൻ്റെ അടുത്ത്. അമ്മ ഉണ്ടല്ലേ? അമ്മ വന്നിട്ടുണ്ടല്ലേ? അമ്മ വന്നു കഴിഞ്ഞാൽ വൻ സീനാവും. അമ്മയും കൂടി ഒന്ന് വിളിക്കട്ടെ ഇങ്ങോട്ട്. അമ്മ വരും. അമ്മ വരും. ഇങ്ങനെ പാടുന്ന ഒരാൾ ഈ കുടുംബത്തിലുണ്ടായിരുന്നു ഇപ്പോഴാണ് നമ്മളെല്ലാരും അറിയുന്നത് കേട്ടോ. ചെറുതിലേ പാടുമായിരുന്നു. ഞാൻ എന്നെ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ ചെറുതിലെ പാടുന്നതിന് ഇപ്പൊ കരേണ്ട കാര്യമാണ്. ചെറുതിലെ പാടുന്ന കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് പാടിയാൽ മതിയായിരുന്നു. 4ാം ക്ലാസ്സിലായിരുന്നു ഞാൻ കല്യാണം കഴിച്ചു വരുമ്പോ. അന്നേ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പാടും, വേണ്ടാണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, വേറൊന്നുമില്ല, ഇത്രയും നേരം പാട്ട് പാടിയ സമയത്തെങ്ങും മുഖത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പ്രഷനും കാണിച്ചിട്ടില്ല. ഇല്ല ശരിയാ. ആദ്യമായിട്ട് ആ കണ്ണ് നിറഞ്ഞൊരു എക്സ്പ്രഷൻ കണ്ടു ഞാനിപ്പോ. കണ്ണ് നിറഞ്ഞപ്പോഴും എക്സ്പ്രഷൻ ഇല്ല. കണ്ണ് നിറഞ്ഞപ്പോഴും കരച്ചില്ല, കണ്ണീന്ന് വെള്ളം മാത്രം. കണ്ണീന്ന് മാത്രമേ വെള്ളം വരുന്നുള്ളൂ. കാരണം ഞങ്ങള് ഞാൻ വിളിച്ചു, അമ്മ ഇങ്ങനെ അർജുൻ വിളിച്ചിട്ടുണ്ട്, ലതേച്ചി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പം നമുക്ക് കിട്ടി കേട്ടോ, ചാൻസ് കിട്ടി. അപ്പൊ എന്നോട് എന്താ പറഞ്ഞറിയോ, അയ്യോ എന്റെ സരിക എനിക്ക് തൊഴിലുറപ്പിന്റെ 100 പണി പൂർത്തിയാക്കണം. 9 പണി കൂടി എനിക്ക് തൊഴിലുറപ്പിലേക്ക്. ചേച്ചി ഇനി പണി കൂടെയാണ് ഇവിടുന്ന്. അതെ, നമുക്ക് പ്രചോദനത്തിൽ പോയി തുടങ്ങാം. പ്രചോദാ ചേച്ചി, ആദ്യം തന്നെ ഈ മനോഹരമായ ശബ്ദത്തിനൊരു വലിയ കൈയടി അങ്ങ് തരാണ്. അത്ര അനുഗ്രഹീതമായ ശബ്ദമായിരുന്നു കേട്ടോ. വളരെ മനോഹരമായിരുന്നു ആ ശബ്ദം എന്ന് പറയുന്നത്. ഇപ്പോൾ സരിക എന്ന് പറയുന്ന ഒരു കലാകാരി വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് നെല്ലിയാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയത്, അന്ന് ഈ പറയുന്ന ജാനകി അമ്മയും വാണിയമ്മയും അങ്ങനെ ഒരുപാട് പേരെ അനുകരിച്ചുകൊണ്ടൊരു കലാകാരി ഈ വേദിയിലേക്ക് വന്നതാണ് നമ്മുടെ മിമിക്രി ലോകത്തേക്ക്. കാര്യം മിമിക്രിയിൽ പെൺകുട്ടികൾ പൊതുവെ കുറവായിരുന്നൊരു സമയത്താണ് സരികയുടെ വരവ്. അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോൾ സരിക ഭയങ്കര ടെൻഷൻ അടിച്ച് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പെർഫോം ചെയ്യുന്നുണ്ടോ, ഇനി അതാണോ? അപ്പോൾ അതല്ല ചേട്ടാ, ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ടെൻഷനാണെന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചി എല്ലാം കറക്റ്റായിട്ട് കറക്റ്റ് പോയിന്റിൽ വിസ്തരിച്ച് പാടി എന്നുള്ളതാണ്. ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് നമ്മൾ തൊഴിലുറപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു തൊഴിലുറപ്പിച്ചു ഒരു നല്ല ഗായികയായി മാറട്ടെ കേട്ടോ. ഡാൻസർ ഉണ്ട്, അത് പക്ഷെ പിന്നെ ഉള്ളൂ. എനിക്ക് ആദ്യമായിട്ട് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര കഴിവുള്ള ആളുകളായിക്കോട്ടെ, നമുക്കൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ള വലിയൊരു ചോദ്യമാണ്. ആദ്യം തന്നെ എനിക്ക് ഈ പരിപാടിനാണ് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാര്യം. ഇങ്ങനത്തെ ടാലൻസിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് അവരുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക എന്ന് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇത് ഭയങ്കര ഒരു കംഫർട്ട് സ്പേസ് ആണ്. ഇത് ആർക്ക് വന്നു കഴിഞ്ഞാലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസിൽ പ്ലേസ് ചെയ്തിട്ട് അവരുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് വലിയ കാര്യമാട്ടോ. അത് നമ്മൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നതിലൊക്കെ ഒരുപാട് ആളുകളെ ജീവിതം തന്നെ മാറ്റി മറിക്കാനുള്ള സാധ്യതയുള്ള ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പിന്നെ സരിക പറയുന്ന പോലെയാണെങ്കിൽ ഇപ്പൊ തൊഴിലുറപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങാവുന്നേ ഉള്ളൂ കേട്ടോ. ചേച്ചിനെ വെച്ച് നമുക്ക് പ്രോഗ്രാമിന്റെ എണ്ണം കൂട്ടാം. നേരത്തെ അതാ പറഞ്ഞത്, ഇനിയിപ്പം കാശ് വാങ്ങിച്ച് ചെയ്യണം കേട്ടോ പരിപാടി. തൊഴിലുറപ്പാണെന്നും പറഞ്ഞു പോരും. ലത ചേച്ചി കിടുക്കി കളഞ്ഞ
കിലുക്കി കളഞ്ഞു. അടിപൊളിയാണ്. അല്ല നേരത്തെ ഇതുപോലെ തന്നെ സരിക നേരത്തെ വന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തത്തിൽ ഒരാളിങ്ങനെ വരുന്നുണ്ട്. സരിക ഭയങ്കര പേടിച്ചാണ് പറഞ്ഞത്. അപ്പം ഞാൻ കരുതി ഇപ്പം ഇങ്ങനെ പോകണില്ല. പിന്നെ ആദ്യം വന്ന് മിഥുൻ്റെ അടുത്ത് നിന്നപ്പോൾ തന്നെ കുറച്ച് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. കാരണം സംസാരിക്കാനൊക്കെ മൈക്ക് വരാനും. പക്ഷേ പെർഫോമൻസ് തുടങ്ങിയിട്ടുണ്ടല്ലോ, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടാ. തൃശ്ശൂർ പൂരത്തിനൊക്കെ ഏറ്റവും അവസാനം കതിൻ്റെയൊക്കെ പൊട്ടൂലേ, അതേപോലത്തെ ഒരു പൊട്ടിക്കലായിപ്പോ ഏറ്റവും അവസാനം നാടൻ പാട്ട്. അപ്പൊ ഒന്നേന്ന് തുടങ്ങിയിട്ട് 100 കൊണ്ടൊന്ന് അവസാനിപ്പിച്ചത് നല്ല ഗ്രാൻഡ് ആയിരുന്നു കേട്ടാ. പിന്നെ എനിക്ക് ഒരാഗ്രഹമുണ്ട്, ആ സ്റ്റെപ്പ് ഒന്ന് കാണിക്കാം. അത് രഹസ്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞ സാധനമാണ്. അമ്മയും കളിക്കാന്ന് പറഞ്ഞ സ്റ്റെപ്പ് ബഹാക്കിലിക്ക് പാട്ട്. ഇത് ഇതുവരെയും ഇവരുടെ കുടുംബത്തിൽ മാത്രം ഒതുക്കി നിന്ന ആ സ്റ്റെപ്പ് ഇത് ലോകത്തിന് നമ്മൾ സമർപ്പിക്കുകയാണ്. ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്, അപകടമാണ്. അപ്പൊ തീർച്ചയായും സരിക അപ്പൊ എന്തായാലും ഒരിക്കൽ പ്രസന്റ് ചെയ്തതിന് വളരെയധികം ഒരുപാട് സന്തോഷം. വലിയ സന്തോഷം. അമ്മ വന്നതിൽ വലിയ സന്തോഷം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി. താങ്ക് യു.